രണ്ട് മന്ത്രിസ്ഥാനം കേരളത്തിൽ, അതിൽ ജോർജ് കുര്യന്റെ ആണല്ലോ അപ്രതീക്ഷിതമായി വന്നിരിക്കുന്നത്. താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? സുരേഷ് ഗോപിയുടെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതാണ്. പ്രതീക്ഷിതമായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ജോർജ് കുര്യനെ പരിഗണിച്ചില്ല എന്നുള്ളൂ. ഇപ്പം ഈ ഒരു കേരളത്തിൽ വന്ന ഈ മുന്നേറ്റത്തെ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പോക്കിന് ചെറിയ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണ്ണായകമാണ്. ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞു, ഈ ചെറിയ ക്രിസ്ത്യാനികൾക്ക് വലിയ കാര്യമായിട്ട് ഒരു പ്രശ്നമില്ല. അത് കോൺഗ്രസ് ആകുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണെന്നേ ഉള്ളൂ. അതിപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ അടുത്തൊന്നും വരില്ല എന്ന് ഏതാണ്ട് ഈ പറയുന്ന വോട്ടെണ്ണ വരെ തീരുമാനമായി. ഇപ്പോൾ നമുക്ക് പറയാനും പറ്റില്ല, ചില സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിൻ്റെ ഫലമായിട്ടാണ് പ്രശ്നം. അത് മാത്രമല്ല, ഇവിടുത്തെ ഇക്വേഷനിൽ ഇവിടെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഇനി എത്ര കാലം ഒരുമിച്ച് പോകുമെന്ന് പറയാൻ പറ്റും. ആ രീതിയിലൊരു ഡിവൈഡ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അവർ ഈ BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം കൺവേർഷനാണ്. ഇവരാണ് അവർ കൺവേർഷൻ വലിയ താല്പര്യമല്ല. വല്ല ചെറുക്കനും വല്ല ഹിന്ദു മുസ്ലിം പെണ്ണുകാരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാൽ ആമോദിസം വെക്കണം. ഇനി അതില്ലെങ്കിലും വേണ്ടിയില്ല, പിള്ളേരെ ക്രിസ്ത്യാനിയെ വളർത്തണോ, അത്രയൊക്കെ അവർക്കുള്ളൂ. അതുകൊണ്ട് ഇവർ ബേസിക്കലി കളിച്ചതിൽ ഹിന്ദുസുമാണ്. ബ്രാഹ്മണരുടെ തൻമുക്ക എന്ന് പറയുന്ന ആളുകളാണ്. അതൊരു കഥ മാത്രമാണ്, അവകാശവാദം മാത്രമേ, ചരിത്രമൊന്നുമില്ല അതിൽ. പക്ഷേ അങ്ങനെ പറയുന്ന ആളുകളാണ്, അങ്ങനെ കളിച്ചതിൽ അവർ ആ സ്പേസിൽ നിൽക്കുന്നവർ. അതുകൊണ്ട് എന്ന് അവർ BJPയുടെ പിന്നാലെ പോകുന്നു എന്നായിരുന്നു വളരെ സംശയമുള്ളായിരുന്നു. അത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കൂട്ടത്തിൽ ആരെ തിരഞ്ഞെടുക്കും? IAS അൽഫോൻസ് കണ്ടെന്നാണ് തിരഞ്ഞെടുത്തത്. അയാളെ കൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കാര്യം ഉണ്ടായെന്നല്ലാതെ കേരളത്തിൽ പ്രത്യേക വളർച്ചയ്ക്കൊന്നും ഒരു കാരണമായിട്ടില്ല. PC ജോർജ് ആണെങ്കിൽ ഈ പറയുന്ന നാവൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. പിന്നെ ജോസ് കെ മാണി അപ്പുറത്ത് ചാടി വരും. അതും ടൈം എന്ന് ചാടി വരുന്ന കാര്യത്തിൽ സംശയമുള്ളൂ. ചാടി വരുന്നൊരു ഉറപ്പാണ്. അതിപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട. അല്ലെങ്കിൽ ജോസ് കെ മാണീനെ ഒരു നാടകം കളിച്ചൊന്നും ഫീലിനും വേണ്ട. അപ്പോൾ ജോർജ് കുര്യനാണെങ്കിൽ എനിക്ക് യുവമോർച്ച സമയം തൊട്ടേ നരേന്ദ്രമോദിയായിട്ട് പരിചയമുള്ള ആളാണ്. ഈ അനൂപ് ആന്റണിയെ പോലെ ABVPയിലൂടെ RSS BJPക്കാനായി വന്ന ആളാണ്. അല്ലാതെ ഈ പറയുന്നതിൻ്റെ അതിൽ ഏതെങ്കിലും ഒരു മഴക്കാലത്ത് പേടിച്ചിട്ട് BJPൻ്റെ അകത്ത് കയറുന്ന ആളല്ല. അത് നാച്ചുറൽ ചോയ്സ്. പക്ഷെ നമുക്ക് പറ്റിയ അബദ്ധം എന്താ അറിയോ? നമ്മളത് കണ്ടില്ല എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരു മുഖം അവിടെ മോദി സർക്കാരിലേക്ക് വരും എന്നുള്ള കാര്യം ആരും കണ്ടില്ല. ശരിയാണ്. അത് തൃശ്ശൂരിൽ നിർണായക സ്വാധീനവും ഉണ്ടല്ലോ. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 7:15 നരേന്ദ്രമോദി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. അതിന് പിന്നാലെ മോദി മൂന്നാം മന്ത്രിസഭയിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. വിവിധ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇരിക്കുന്ന ആളുകൾ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മല സീതാരാമനെ കാണാം. കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും കോൾ വന്നിട്ടുണ്ട്. നിർമ്മല സീതാരാമൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് മോദിയുടെ മൂന്നാം